നിങ്ങൾ ഒരു പ്രതിസന്ധിയുടെ വക്കിലാണ്. നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പലവിധമായ പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു വരാൻ കഴിയാതെ ഇരിക്കുകയാണ്. ഇന്നൊരു വിടുതൽ, അല്ലെങ്കിൽ ഇന്ന് എനിക്ക് അതിൽ നിന്ന് പുറത്തു വരാനാകും, അല്ലെങ്കിൽ നാളെ എനിക്കതിൽ നിന്ന് പുറത്തു വരാനാകും, ഇങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് ഓരോ ദിവസവും വേദനയാൽ ഭാരപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ മുൻപോട്ട് തള്ളി നീക്കിക്കൊണ്ടു പോകുന്നവരാണ്. അങ്ങനെയാണെങ്കിൽ ഈ സമയത്ത് ഞാൻ നിങ്ങളിലേക്ക് കൈമാറുന്ന ഒരു സത്യമുണ്ട്. സമാധാനത്തിൻ്റെ കുറവാണ് ജീവിതത്തിലെങ്കിൽ, അത് ഇതുവരെ നിങ്ങൾക്ക് ലഭിച്ചില്ല എങ്കിൽ ആ സമാധാനം തരുന്നവൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും. ഒരു രോഗത്തിൻ്റെ അവസ്ഥയിൽ ഭാരപ്പെട്ടാണ് നീ മുൻപോട്ട് പോകുന്നതെങ്കിൽ, മെഡിസിനുകൾ എടുത്തിട്ടും വൈദ്യശാസ്ത്രത്തിൽ നീ പൂർണ്ണമായും നിന്റെ വിശ്വാസത്തെ അർപ്പിച്ചിട്ടും നിനക്ക് മുൻപോട്ട് പോകാൻ കഴിയാത്ത നിലവാരത്തിൽ ആ രോഗം നിന്നെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണെങ്കിൽ, നീ മനസ്സിലാക്കേണ്ടുന്ന ഒരു സത്യമുണ്ട്. മരുന്നുകൾ കൊണ്ട് മാറ്റുവാൻ കഴിയാത്ത രോഗം അതൊരു രോഗമാണോ എന്ന് ചിന്തിക്കണം. കാരണം നിന്റെ ജീവിതത്തെ നശിപ്പിച്ചു കളയുവാൻ നിന്നോടൊപ്പം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഈ ലോകത്തിൻ്റെ അധിപതിയാകുന്ന പൈശാചിക മേഖലകൾ നിന്നെ കാർന്നു തിന്നുന്നു എന്ന് നിനക്ക് തോന്നലുണ്ടാകുന്നുവെങ്കിൽ അതൊരു രോഗമല്ലെന്ന തിരിച്ചറിവ് നിന്നിലേക്ക് കടന്നു വരും. മരുന്നുകൾ കൊണ്ട് മാറ്റുവാൻ കഴിയാത്ത ആ രോഗ അവസ്ഥ നിന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റുവാൻ തക്കവണ്ണം ഒരുവന് സാധിക്കും. ഇന്നലകളിൽ നിന്റെ കണ്ണുനീർ നിന്റെ തലയിണയെ മുഴുവൻ നനച്ചുവെങ്കിൽ, നിന്റെ ജീവിതത്തിൽ നിനക്ക് മുൻപോട്ട് പോകാൻ കഴിയാതെ കണ്ണുനീരിൻ്റെ അനുഭവത്തിലാണ് നീയെങ്കിൽ, നിന്റെ രോഗത്തെ മാറ്റുവാനും നിനക്ക് സമാധാനം നൽകുവാനും യേശു ക്രിസ്തു എന്ന സ്നേഹമെന്ന ദൈവം നിന്നോട് കൂടെയുണ്ടെന്ന് തിരിച്ചറിയുക. കാരണം അവൻ്റെ ശ്വാസമാണ് നിന്റെ ഉള്ളിലും വ്യാപരിക്കുന്നത്. ജീവിതത്തിൽ നിന്നെ കാർന്നു തിന്നുന്ന രോഗങ്ങളും നിന്റെ വിഷമതകളും നിന്റെ പ്രതിസന്ധികളും മാറ്റുവാൻ അവന് സാധിക്കും. തിരുവചനത്തിൽ ഇങ്ങനെയൊരു വാക്യമുണ്ട്: ഇതാ ഞാൻ രോഗശാന്തിയും ആരോഗ്യവും വരുത്തി അവരെ സൗഖ്യമാക്കുകയും സമാധാനത്തിൻ്റെയും സത്യത്തിൻ്റെയും സമൃദ്ധി അവർക്ക് വെളിപ്പെടുത്തുകയും ചെയ്യും. സമാധാനത്തിൻ്റെയും സൗഖ്യത്തിൻ്റെയും സമൃദ്ധി, രോഗശാന്തിയും നിന്റെ ജീവിതത്തിൽ തരുവാൻ തക്കവണ്ണം ഒരേ ഒരുവനുണ്ട്. അവൻ്റെ പേരാണ് യേശു ക്രിസ്തു. അവനിലേക്ക് നിന്റെ നോട്ടത്തെ ഒന്ന് തിരിച്ചാൽ നിന്റെ രോഗങ്ങൾക്ക് പരിഹാരമാകും, നിന്റെ ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരമാകും, നീ എന്ന വ്യക്തിക്ക് വിടുതലാകും.